പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി. ഞായർ പള്ളിക്കൂടത്തിലെ എൻ്റെ കുഞ്ഞു കൂട്ടുകാർക്ക് ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, വലിയ നോമ്പ് കഴിഞ്ഞു, പുതുഞായറാഴ്ചയും കഴിഞ്ഞു. ഇപ്പോഴും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പുനരുദ്ധാനത്തിന് ശേഷം, ഉയർപ്പിന് ശേഷം ശിഷ്യന്മാരെ സന്ദർശിക്കുന്ന വേദഭാഗങ്ങൾ ആവർത്തിച്ച് നാം വായിച്ചു കേട്ടിരുന്നു, തുടർന്നും കേൾക്കുന്നു. ഈ അവസരം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20 21 അധ്യായങ്ങൾ നമ്മൾ ഒന്നുകൂടെ വായിക്കുന്നത് നന്നായിരിക്കും. അവിടെ പുനരുദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതകൾ, അപ്പിയറൻസസ് ഇംഗ്ലീഷിൽ, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു ശിഷ്യർക്ക് പ്രത്യക്ഷപ്പെടുന്നത് സംബന്ധിച്ചുള്ള വേദഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുകയാണ്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായത്തിൽ തന്നെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധ മഗ്ദലക്കാരി മറിയമിന് യേശു ക്രിസ്തു, പുനരുദ്ധാനം ചെയ്ത ക്രിസ്തു പ്രത്യക്ഷപ്പെടുന്ന സംഭവം വിവരിക്കുന്നുണ്ട്. അതിനുശേഷം 20-ാം അധ്യായം തന്നെ 19 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ ഒരു മുറിയിൽ വാതിലുകൾ അടച്ചിരിക്കെ കൂടിയിരിക്കുന്ന ശിഷ്യർക്ക്, അതിൽ പുരുഷന്മാരും സ്ത്രീകളും കാണും, 12 പേരും സ്ത്രീകളും കാണും, അവർക്ക് പ്രത്യക്ഷപ്പെടുന്നു. മൂന്നാമത് വീണ്ടും 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങളിൽ 20-ാം അധ്യായം തന്നെ പരിശുദ്ധനായ തോമാസ് ലീഹായിക്ക് കർത്താവ് പ്രത്യേകം പ്രത്യക്ഷപ്പെടുന്നതായി കാണാനാവും. 21-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ തിബരിയാസ് കടലിൽ വല വീശുന്ന, അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ശിഷ്യന്മാർക്ക് കർത്താവ് പ്രത്യക്ഷപ്പെടുന്നുണ്ട്. അവിടെ 7 ശിഷ്യന്മാരെ പ്രത്യേകം എടുത്തു പറയുന്നു. പത്രോസും ദിദിമോസും. അങ്ങനെയായി 7 ശിഷ്യന്മാർക്ക് കർത്താവ് അവിടെ വെച്ച് പ്രത്യക്ഷപ്പെടുന്നു. വീണ്ടും 21-ാം അധ്യായം തന്നെ 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പത്രോസ് ലീഹായിക്ക് പ്രത്യേകമായി കർത്താവ് അഭിസംബോധന ചെയ്യുന്നുണ്ട്. അന്യോന്യം സംസാരിക്കുന്നതായും നമുക്ക് കാണാൻ സാധിക്കും. 21-ാം അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിലാണ് പത്രോസിന് പ്രത്യക്ഷപ്പെടുന്നത് രേഖപ്പെടുത്തുന്നതെങ്കിൽ 21-ാം അധ്യായം തന്നെ 20 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവിനെ സ്നേഹിച്ച പ്രിയ ശിഷ്യനായ യോഹന്നാനോട് സംസാരിക്കുന്നതായും നമുക്ക് കാണാനാവും. ഇങ്ങനെ 20-ാം അധ്യായത്തിൽ മഗ്ദലക്കാരി മറിയം, ശിഷ്യ സമൂഹം മൊത്തമായും, പിന്നീട് മാർത്തോമാസ് ലീഹായിക്ക് പ്രത്യേകമായും, 21-ാം അധ്യായത്തിൽ 7 ശിഷ്യർക്ക് പ്രത്യേകമായും, സവിശേഷമായി പിന്നീട് പത്രോസ് ലീഹായിക്കും യോഹന്നാൻ ലീഹായിക്കും, ഇങ്ങനെ 6 പ്രത്യക്ഷതകൾ 20-21 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് പ്രത്യേകമായ ഒരു കവിതയെ സംബന്ധിച്ചാണ്. അതെഴുതിയത് ഫ്രാൻസിസ് തോംസനാണ് 1892. ഫ്രാൻസിസ് തോംസനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ
വൈദികനാകുവാൻ വേണ്ടി സെമിനാരിൽ പോയ ആളാണ്. പിന്നീട് അത് വിട്ടിട്ട് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിയായി. അതും പൂർത്തീകരിക്കാനായില്ല. അദ്ദേഹം ഒരു പൂർണ്ണസമയ സാഹിത്യകാരനായി. കവിതകൾ രചിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകമായ ഒരു ദൗത്യമായി ഏറ്റെടുത്തത്. അതിൽ പ്രസിദ്ധമായ ഒരു കവിതയാണ് ദ ഹൗണ്ട് ഓഫ് ഹെവൻ. അതിൽ ആകെക്കൂടെ 182 വരികളുണ്ട്. ഈ വരികളിലൂടെ അദ്ദേഹം ആവിഷ്കരിക്കുവാൻ ശ്രമിക്കുന്നത് എന്താണ്? ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന് നമ്മൾ കേൾക്കുമ്പോൾ, ദ ഹൗണ്ട് എന്ന വാക്കിൻ്റെ അർത്ഥം വേട്ടപ്പട്ടി എന്നാണ്. ഹൗണ്ട് ഡോഗ്, വേട്ടമൃഗത്തിന് പിന്നാലെ ചെന്ന് അതിനെ കുടുക്കിക്കൊണ്ട് വേട്ടയാടുന്നതിനുള്ള സാഹചര്യം ഒരുക്കുന്നതാണ് ഈ വേട്ടപ്പട്ടി. തീർച്ചയായിട്ടും അതൊരു സ്വീകാര്യമായ ഒരു വ്യാഖ്യാനമല്ല, അർത്ഥതലമല്ല. ഫ്രാൻസിസ് തോംസനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് കവിത വായിക്കുമ്പോൾ പിന്നീട് അദ്ദേഹം തന്നെ വിവരിക്കുന്നത് ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം, ഹെവൻ എന്നുള്ളതിനർത്ഥം ദൈവം എന്നാണ്, അല്ലെങ്കിൽ കർത്താവ് യേശു ക്രിസ്തു എന്ന അർത്ഥത്തിലാണ്. സദാപി നമ്മെ പിന്തുടരുന്ന, അനുഗമിക്കുന്ന, വിടാതെ നമ്മളെ അനുധാവനം ചെയ്യുന്ന വീണ്ടെടുപ്പുകാരനായ യേശു ക്രിസ്തുവിനെ, സംരക്ഷകനായ ദൈവത്തെ, കർത്താവിനെ ഇവിടെ ഫ്രാൻസിസ് തോംസൺ അവതരിപ്പിക്കുകയാണ്. 1892 ഈ കവിതയുടെ രചന എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. എന്താണ് ഇതിൻ്റെ അർത്ഥം? വഴിതെറ്റിപ്പോകുന്ന ആളുകളുണ്ട്, വിശ്വാസികൾ തന്നെയുണ്ട്. അവരെ ഒരിക്കലും ദൈവം വിട്ടുകളയുന്നില്ല. ഇത് ഫ്രാൻസിസ് തോംസൻ്റെ അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ കവിത അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണെന്നും അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെയാണ് ഈ കവിതയിൽ പ്രതിഫലിക്കുന്നതെന്നും പൂർണ്ണമായും ഇതൊരു ആത്മനിഷ്ഠമായ ഒരു കൃതിയാണെന്നും അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഫ്രാൻസിസ് തോംസൻ്റെ ജീവചരിത്രം പഠിക്കുമ്പോഴും അദ്ദേഹം ഒരു ആംഗ്ലേയ സാഹിത്യകാരനായിരുന്നു. 42-ാമത്തെ വയസ്സിൽ അദ്ദേഹം നവ്രാൽജിയ എന്ന രോഗത്തിന് അടിമപ്പെട്ട് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു എന്നും കാണുന്നുണ്ട് 42-ാം വയസ്സ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ കൃതി മരണാനന്തരമാണ് അത് ശ്രദ്ധേയമായി തീർന്നത് എന്ന് നാം കാണുന്നു. ഒരു വലിയ പാഠം നമ്മൾ പഠിക്കുകയാണ്. പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു ദൈവ പൈതലിനെ ദൈവം ഒരു നാളും ഉപേക്ഷിക്കുന്നില്ല, പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. രോഗത്തിലായിരിക്കുന്ന ആളിനെ, അകന്നുപോകുന്ന ഒരു പിന്മാറ്റക്കാരനെ, പ്രതിസന്ധികളിലും പ്രതിബന്ധങ്ങളിലും കൂടെ കടന്നു പോകുന്നവരെ എല്ലാവരെയും അന്വേഷിച്ചും അവരെ അനുധാവനം ചെയ്തും സ്നേഹവാനായ ഒരു ദൈവമാണ് യേശു ക്രിസ്തുവിലൂടെ നമുക്ക് വെളിപ്പെട്ടു വരുന്നത് എന്നുള്ള ഒരു വലിയ പാഠം ഈ കവിതയിലൂടെ അദ്ദേഹം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം ഞാൻ സൂചിപ്പിച്ചതുപോലെ 20ഉം 21ഉം അധ്യായങ്ങൾ വായിക്കുമ്പോൾ പുനരുദ്ധാനം ചെയ്ത കർത്താവ് ശിഷ്യ സമൂഹത്തിന് 6 പ്രാവശ്യം വെളിപ്പെടുന്നതായി, ഒരു സന്ദർഭം തന്നെ പല ഘട്ടങ്ങളിലായി പ്രത്യക്ഷപ്പെടുന്നതായി യോഹന്നാൻ ശ്ലീഹ രേഖപ്പെടുത്തുന്നുണ്ട്. മഗ്ദലക്കാരി മറിയയോട്, ശിഷ്യ സമൂഹത്തിൽ മൊത്തമായി, തോമാസ് ശ്ലീഹായ്ക്ക് സവിശേഷമായി, പത്രോസ് ശ്ലീഹായും മറ്റ് 6 ശിഷ്യന്മാരും, അങ്ങനെ 7 ശിഷ്യന്മാർക്ക്
തിബിരിയാസ് കടൽ തീരത്ത് വെച്ച്. അതിനുശേഷം പത്രോസിന് പ്രത്യേകമായി വീണ്ടും കർത്താവിനെ സ്നേഹിച്ച യോഹന്നാൻ ശ്ലീഹായ്ക്ക് സവിശേഷമായി. ഇങ്ങനെ തൻ്റെ മക്കളെ സ്നേഹിക്കുന്ന, എപ്പോഴും പിന്തുടർന്ന് അവരെ കാക്കുന്ന, ദൈവരാജ്യത്തിൻ്റെ സുവിശേഷകരായി സുവിശേഷം പ്രഘോഷിക്കുന്നവരായി വിളിക്കപ്പെട്ടവർ യേശുക്രിസ്തുവിൻ്റെ ക്രൂശാരോഹണം, പീഡാനുഭവം, സംസ്കാരം, ഖബറടക്കം, ഈ സന്ദർഭങ്ങളിലെല്ലാം വല്ലാതെ ഉലഞ്ഞുപോയി, വല്ലാതെ അവർ അസ്വസ്ഥരായ ഒരു സന്ദർഭത്തിൽ യേശുക്രിസ്തു അവരെ അനുധാവനം ചെയ്തുകൊണ്ട് യഥാസ്ഥാനപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ് ഈ 2 അധ്യായങ്ങളിൽ. ഈ അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഫ്രാൻസിസ് തോംസൺ രചിച്ച ദ ഹൗണ്ട് ഓഫ് ഹെവൻ തീർച്ചയായും മനസ്സിൽ വരുന്നു. അതുകൊണ്ടാണ് ഈ അവസരം പ്രത്യേകമായി ഫ്രാൻസിസ് തോംസൻ്റെ കൃതി ഉദ്ധരിക്കുന്നതിനും അതേസമയം ചിന്തിക്കുന്നതിനും അവസരമുണ്ടായത്. ഈ അടുത്തയിടെ മാധ്യമങ്ങളിൽ ഒന്നിലൂടെ ഫ്രാൻസിസ് തോംസൺ രചിച്ച ദ ഹൗണ്ട് ഓഫ് ഹെവൻ എന്ന കൃതിയെ സംബന്ധിച്ചുള്ള ഒരു മനോഹരമായ ആസ്വാദനം ശ്രദ്ധിക്കുന്നതിനിടയായതുകൊണ്ടാണ് ഈ ചിന്തയോട് ചേർത്ത് ആ കൃതിയെ വായിക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന് ഇടയായത് എന്ന് പ്രത്യേകം ഈ അവസരം ഓർക്കുന്നു. കുഞ്ഞുങ്ങളെ, നാം ദൈവമക്കളാണ്. ദൈവത്തിൽ നിന്ന് അകന്നു പോകുമ്പോഴും നമ്മെ സ്നേഹിക്കുന്ന പിതാവ് നമ്മെ പിന്തുടരുന്നു. നമ്മെ വീണ്ടെടുക്കുന്നതിനും യഥാസ്ഥാനപ്പെടുന്നതിനും കൊതിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ട്. ഈ സാന്നിധ്യം, ദൈവം നമ്മോടൊപ്പമുണ്ടെന്നുള്ള തിരിച്ചറിവ് തീർച്ചയായും നമ്മൾ പ്രത്യേകമായി ഓർക്കണം. ദൈവത്തിൻ്റെ കൃപ നാം എല്ലാവരിലും ഇപ്പോഴും എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ.